വിവാഹിതരായാൽ നാളത്തെ എപ്പിസോഡ് എൻ്റെ പൊന്നു മക്കളെ ഭൂമി പറയുവാണ് നമ്മുടെ അഞ്ജന എടുത്ത് അജയ് എനിക്കുള്ളതാണ്, ഞാൻ അജയ്ക്കുള്ളതാണ്, നീ വന്ന് നമ്മുടെ ഇടയിൽ തലയിട വേണ്ട. എന്താണ് കാര്യം അറിഞ്ഞോ? സംഭവം അജയും ഭൂമിയും കൂടി ഒരു കോൺട്രാക്ട് മാരേജിന്റെ ആ ഒരു അറ്റത്തേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. നാളത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന നാളത്തെ കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അജയുടെയും ഭൂമിയുടെയും ജൂൺ 30-ാം തീയതി TV-യിൽ ഇതുവരെ വരാത്ത നാളെ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ എക്സ്പ്ലനേഷൻസിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നാളത്തെ പ്രൊമോയിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ ഭൂമി ചായയും കോഫിയൊക്കെ ആയിട്ട് പതിവ് പോലെ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ്. എല്ലാവർക്കും കോഫിയൊക്കെ കൊടുക്കുക അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ അഞ്ജന നമ്മുടെ അജയുടെ ക്യാബിന്റെ പുറത്ത് നിൽക്കുന്ന കാണുന്നത്. അപ്പോൾ ഭൂമിക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അഞ്ജനയ്ക്ക് ഭൂമിയെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണ്? ഭൂമി നമ്മുടെ സൗഭാഗ്യപുരം വീട്ടിൽ വെച്ച് അഞ്ജനയുടെ കരണം പുകച്ചരണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അഞ്ജനയ്ക്ക് ഓർമ്മ വന്നിട്ട് അഞ്ജന ഒന്ന് കരണത്തൊന്ന് തടവി നോക്കുമായിരിക്കാം. കാരണം ആ ഒരു വേദന, ആ ഒരു മനസ്സിലുള്ള ഒരു വേദന കാണുമല്ലോ. അങ്ങനെ അഞ്ജന അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഭൂമിക്ക് ആ ഒരു ദേഷ്യമൊക്കെ മറന്നിട്ട് ഭൂമി അഞ്ജന നീ എന്താ ഇവിടെ? അതാ ഇതെന്റെ സ്പെഷ്യൽ കോഫിയാ, ഭൂമിയുടെ കോഫി, ഭൂമീസ് കോഫി കുടിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമ്മുടെ അഞ്ജന പറയും, നിന്റെ ഇതുപോലത്തെ ഓട്ട വെള്ളവും അഴുക്ക് ചാലിലെ വെള്ളവും കുടിക്കാനല്ല, ഞാൻ ഇതുപോലത്തെ 5 സ്റ്റാർ ഹോട്ടൽസിൽ നിന്നാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. അല്ല നിന്നെ പോലെ ഇതുപോലെ വഴിയോര കച്ചവടക്കാരിൽ നിന്നും പലഹാര കച്ചവടക്കാരിൽ നിന്നും കഴിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്നാ പിന്നെ ശരി എന്ന് പറഞ്ഞ് നേരെ എന്ത് ചെയ്യും? നമ്മുടെ ഭൂമി അജയുടെ ക്യാബിനിലോട്ട് കയറിപ്പോവും. അജയുടെ ക്യാബിനിലോട്ട് കയറിപ്പോയിട്ട് സാർ ചായ എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചപ്പോൾ അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ചായ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കായിരിക്കും പെട്ടെന്ന് നമ്മുടെ അഞ്ജന എവിടെ നിൽക്കുക? ക്യാബിന്റെ പുറത്ത് നിൽക്കുക. ഇവൾ അകത്ത് കയറി പോയോ? ഇനി ആൽഫ്രഡ് പറഞ്ഞതുപോലെ ഇവർ തമ്മിൽ ഇഷ്ടമല്ലോ ആയിരിക്കോ എന്ന് കരുതിക്കൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ അഞ്ജന ക്യാബിനകത്തേക്ക് കയറി വരുമ്പോൾ അജയ് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും കാണുന്നത്. ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അഞ്ജന എന്ത് ചെയ്യും? അതങ്ങ് തട്ടി മാറ്റും. ചായ തട്ടി മാറ്റിയിട്ട് പറയും, എന്താ നീ ഈ ചായ ഒന്നും കുടിക്കണ്ട, കാരണം ഇതെല്ലാം എന്താ ഇങ്ങനെയൊക്കെ കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഒത്തിരി അസുഖങ്ങളൊക്കെ വരും. കാരണം ഇതൊക്കെ അഴുക്ക് ചായയിലൂടെ ഉണ്ടാക്കുന്നത്, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ പലതവണ, മാത്രമല്ല ഇത് ഇവിടെ ഉണ്ടാക്കുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോഴത്തേക്കും പെട്ടെന്ന് അജയ് തന്നെ ഞെട്ടിപ്പോവും. ചായ തട്ടിക്കളഞ്ഞ് താഴെ ഇടുമ്പോൾ ഭൂമിയും ഇത് കണ്ടുകൊണ്ട് എന്ത് ചെയ്യും? ഞെട്ടി നിൽക്കും. അപ്പോൾ ഭൂമിയെ വീണ്ടും ഇൻസൾട്ട് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്ന ആരും നമ്മുടെ അഞ്ജന. അപ്പോൾ ഭൂമിയെ ഇൻസൾട്ട് ചെയ്തപ്പോൾ ഒരു തവണ ഭൂമി അഞ്ജനയുടെ കരണം അടിച്ച് പുകച്ച കാര്യം പെട്ടെന്ന് അജയ്ക്ക് ഓർമ്മ വരും. അപ്പോൾ അജയ്ക്ക് ഓൾറെഡി ഇവിടെ കല്യാണത്തിന്റെ കാര്യം പറയാനും ഞാൻ നിന്നെ പിടിവിടാൻ പോകുന്നില്ലെന്നൊക്കെ പറയാനായിട്ടാണ് വന്നതെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അജയ് ഒരു ഡ്രാമ കളിക്കാനായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും? ഭൂമി എടുത്ത് നമ്മുടെ അഞ്ജന എടുത്ത് പറയും, അഞ്ജന എനിക്കൊരു കാര്യമുണ്ട്, ഞാൻ ഇപ്പോൾ വരാം, 1 മിനിറ്റ് നീ ഒന്ന് വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ട് ഇറങ്ങിപ്പോകുന്നതിന്റെ പിറകെ തന്നെ ഭൂമി 1 മിനിറ്റ് ഒന്ന് വരണേ എന്ന് പറഞ്ഞ് ഭൂമിയെ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. എന്നിട്ട് ഭൂമി എടുത്ത് പറയും, ഭൂമി ഞാനൊരു വല്ലാത്ത പ്രശ്നത്തിലാകപ്പെട്ടിരിക്കുക, ഇവൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുക, നിനക്കിപ്പോൾ അവളുടെ സ്വഭാവത്തെ പറ്റി ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ല, അതുകൊണ്ട് നീ തൽക്കാലം എനിക്ക് വേണ്ടി ഒരു ചെറിയൊരു കള്ളം പറയണം, അതായത് ഞാനും നീ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് എന്നിങ്ങനെ പറയും. അപ്പൊ നമ്മുടെ മൂവി പറയും, ഇല്ല എനിക്ക് പറ്റത്തില്ല, ഞാൻ അങ്ങനെ പറയത്തില്ല, കാരണം സാർ എന്തൊക്കെയാ പറയുന്നത്, സാറിന് വേണ്ടി ഞാൻ അങ്ങനെ പറയണത് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാൻ അവൾക്ക് ഒരു അടിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ള ശരിയാ, പക്ഷെ ഇതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ അജയ് പറയും, പ്ലീസ് ഡോ, തനിക്ക് എന്നെ സഹായിക്കാൻ പറ്റത്തില്ലേ പ്ലീസ് എന്ന് പറയും. അപ്പോൾ ശരി ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ഭൂമി എന്ത് ചെയ്യും? കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് നേരെ ക്യാബിനകത്തേക്ക് കയറിപ്പോവും. അപ്പൊ അഞ്ജന അവിടെ നിൽക്കുമായിരിക്കും. അപ്പൊ അഞ്ജന, എന്താടി എന്നെ തന്നെ നീ ഇങ്ങനെ മിഴിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? നിന്റെ ചായ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു, നിന്റെ ഓട്ട വെള്ളം വെക്കലൊക്കെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മുടെ ഭൂമിയെ കളിയാക്കാൻ തുടങ്ങും. അപ്പൊ ഭൂമി പറയും, ഞാൻ എന്താ ഒരു തവണ നീ എന്നെ അധിക്ഷേപിച്ചതിനും എന്റെ അച്ഛനെ വിളിച്ചതിനും നിന്റെ കാരണം ഞാൻ ഒരു തവണ അടിച്ച് പുകച്ചതാ, ഓർമ്മയുണ്ടോ മോക്ക് എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ വീണ്ടും നമ്മുടെ അഞ്ജന എന്ത് ചെയ്യും? കവളത്ത് ഇങ്ങനെ തടവിക്കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരിക്കും. അപ്പം ഇനി എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ള വേറൊരു കാര്യം, അതായത് നീ ഇങ്ങനെ അജയുടെ അടുത്ത് അധികം ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞത് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കാം. അപ്പോഴത്തേക്കും എന്താ നീ പറഞ്ഞു വരുന്നത്, എനിക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ അഞ്ജന തിരിച്ച് ചോദിക്കും. അത് ഞാനും അജയും തമ്മിൽ അഫെയറിലാണ് എന്നിങ്ങനെ പറയും. അപ്പൊ നമ്മുടെ അഞ്ജന ഇതെല്ലാം കേട്ടിട്ട് അഫെയറിലോ എന്നിങ്ങനെ ഞെട്ടി ഒന്നും ചോദിക്കാൻ പറ്റാത്ത ആ ഒരു എക്സ്പ്രഷനോട് കൂടി നിൽക്കും. അവൻ എൻ്റേതാണ്, ഈ ഭൂമി അവൻ്റേതും എന്നിങ്ങനെ പറയും. ഇതാണ് നാളത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് എന്നാണ്
ആ ഒരു 40 സെക്കൻഡ്സ് പ്രൊമോ കണ്ടിട്ട് മനസ്സിലാവുന്നത്. നാളത്തെ എപ്പിസോഡിന്റെ എക്സാക്ട് കഥയല്ല, ആ പ്രൊമോ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ സാധനമാണ് ഞാൻ നിങ്ങളിലേക്ക് കൺവേ ചെയ്യുന്നത്. അപ്പൊ ഭൂമിയും നമ്മുടെ അജയും കൂടെ ആയിട്ട് ഈ പറയുന്ന അഞ്ജനയെ പറ്റിക്കാൻ തുടങ്ങുമ്പോൾ അഞ്ജനയുടെ മനസ്സിൽ കൂടുതലായിട്ട് ഓൾറെഡി ആൾക്കാരുടെ ഒരു കള്ളം പറഞ്ഞു വെച്ചിട്ടുണ്ട് അജയും ഭൂമിയും കൂടെ ഇഷ്ടത്തിലാണെന്ന്. ഇന്നിപ്പോ ഇവര് നാടകം കളിച്ച് എന്താണ് നമ്മുടെ അഞ്ജന വീണ്ടും വിചാരിക്കും ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണത് സത്യം തന്നെയാണ് എന്നുള്ള കാര്യം. ഓൾറെഡി നമ്മുടെ അജയ് ഈ പറയുന്ന അഞ്ജനയുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് നയന എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു എന്നാണ്. പക്ഷെ അത് കള്ളമായിരുന്നെന്നും ഈ പറയുന്ന ഭൂമിയും അജയും കൂടി ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം ആർക്ക് മനസ്സിലാവും? അഞ്ജന തെറ്റിദ്ധരിക്കും. അങ്ങനെ അഞ്ജനയും ഇനി എന്ത് ചെയ്യും? തുടർന്ന് നമ്മുടെ ഈ പറയുന്ന ഭൂമിയുടെ പിന്നാലെ അവളെ ആക്രമിക്കാനും അവളെ കൊല്ലാനും ഭവാനിയുടെ കൂടെ ചേർന്നിട്ട് പോകുന്നതായിരിക്കാം ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ. തികച്ചും ഈ എപ്പിസോഡ് എന്താണ്, പ്രൊമോ കണ്ടതിന്റെ സാങ്കല്പിക കഥയിലൂടെ മാത്രം പറയുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ അപ്കമിങ് എപ്പിസോഡിന്റെ പ്രൊമോ ഡീകോഡിങ്ങിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ ആയിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അടുത്ത എപ്പിസോഡ് ഒരു റിവ്യൂ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ.